ഇപ്പോൾ 2026 തുടങ്ങിയിട്ട് മലയാള സിനിമയിൽ നിന്നും വലിയ റിലീസുകളൊന്നും അങ്ങ് വന്നതായിട്ട് എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടില്ല. ഈ ആഴ്ച ജനുവരി 22 തൊട്ട് അത്യാവശ്യം സിനിമകൾ വന്നു തുടങ്ങുകയാണ്. അതിലാദ്യം തന്നെ ജനുവരി 22 ചത്താർപ്പച്ച അദ്വൈത് നായർ ഡയറക്റ്റ് ചെയ്ത് റോഷൻ മാത്യു, അർജുൻ അശോകൻ, വൈശാഖ് നായർ, ഇഷാൻ ഷൗക്കത്ത് എന്നിവർ അഭിനയിച്ച് ആനന്ദ് സി ചന്ദ്രൻ സിനിമാറ്റോഗ്രാഫി ചെയ്ത് ശങ്കർ എഹ്സാൻ ലോയ് അങ്ങ് ബോളിവുഡിൽ നിന്ന് മ്യൂസിക് ചെയ്യാൻ വന്ന് മുജീബ് മജീദ് സ്കോർ ചെയ്ത സിനിമ പുറത്തു വരിക. ഇതിൻ്റെ ട്രെയിലർ ഭയങ്കര നല്ലതായിരുന്നു, നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു, കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഒരു ആൻറ്റിസിപ്പേറ്റഡ് മൂവി തന്നെയാണ് ഈ മാസത്തെ മലയാളത്തിൽ നിന്നുള്ളത്. രണ്ടാമത്തെ സിനിമ എന്ന് പറയുന്നത് ബേബി ഗേളാണ്. നിവിൻ പോളി നായകനായി അരുൺ വർമ്മ, അതായത് നമ്മുടെ ഗരുഡൻ എന്ന സുരേഷ് ഗോപി, ബിജു മേനോൻ സിനിമയുടെ ഡയറക്ടർ അരുൺ വർമ്മയുടെ സിനിമയാണ് ബേബി ഗേൾ എന്ന് പറയുന്നത്. റൈറ്റേഴ്സ് എന്ന് പറയുന്ന ബോബി സഞ്ജയാണ്. അപ്പോൾ അതും പ്രതീക്ഷയ്ക്ക് വക നൽകുന്ന ഒരു സിനിമയാണ്. പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഡിസ്റ്റിൻ സ്റ്റീഫനാണ്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് സാം CS ആണ്. നല്ലൊരു ക്രൂ ആണ്, കണ്ടു തന്നെ അറിയണം. എൻ്റെ ട്രെയിലറും നല്ലതായിരുന്നു അത്യാവശ്യം. പക്ഷെ എന്നാൽ വലിയൊരു ആൻറ്റിസിപ്പേഷൻ ഉണർത്തുന്നതായിട്ട് തോന്നിയിട്ടില്ല. മൂന്നാമത് ഇറങ്ങുന്നത് ജനുവരി 23 തന്നെ ബേബി ഗേളിൻ്റെ കൂടെ മാജിക് മഷ്റൂംസ് എന്ന് പറയുന്ന ഒരു സിനിമ ഇറങ്ങുന്നുണ്ട്. ഇതിൻ്റെ ഡയറക്ടർ നാദിർഷയാണ്. വിഷ്ണു ഉണ്ണികൃഷ്ണനാണ് ഇതിൽ നായകനായിട്ട് വരുന്നത്. സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് സുജിത് വാസുദേവാണ്. ഒരു കോമഡി ബേസ്ഡ് അങ്ങനെ ഒരു ഡ്രാമ പടമാണെന്ന് തോന്നുന്നു. എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് ശാന്തകുള്ള ദിനേശൊക്കെ അഭിനയിക്കുന്നുണ്ട്. എന്തായാലും കണ്ടു തന്നെ അറിയണം.